ഹായ് ഫ്രണ്ട്സ്, ജസ്ലിന കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൊഴുവ പീര വറ്റിച്ചതാണ്. ഇന്ന് എനിക്ക് കുറച്ച് കൊഴുവ കിട്ടി. നല്ല ഫ്രഷ് കൊഴുവയാണ്. അത് പീര വറ്റിക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഇനി നമുക്ക് ഇത് പീര വറ്റിക്കാനായിട്ട് വെട്ടി നല്ല വൃത്തിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് പീര വറ്റിച്ച് കഴിക്കുന്നത്. നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ മീൻ വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അത് ഉപ്പിട്ട് ഉരച്ച് കഴുകിയതാണ്. നമ്മളിതിൻ്റെ പുറത്ത് നിറച്ച് നെയ്മയം കാണും. അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കല്ലുപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഉരച്ച് കഴുകിയെടുത്തതാണ്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള അരമുറി തേങ്ങ ചിരവിയത്, 2-3 തണ്ട് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുടംപുളി, ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പ്. ഇനി ഇത് നമുക്ക് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് അരകല്ലിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ചായച്ചെടുക്കാം. ചതച്ച് വാരി എടുത്താൽ മതി. നമുക്കത് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ ഈ പാകത്തിനാണ് അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരൊറ്റ അരച്ച് ഒന്ന് ചായച്ചെടുത്തതാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മീനുമായിട്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുടംപുളി അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. മീൻ വേകുന്നതിന് ഒരല്പം വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട, കാരണം ഒത്തിരി വെള്ളമായാൽ നമുക്കിത് അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. വെള്ളമായിട്ടേ വരത്തുള്ളൂ. നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പം മീൻ വേകുകയും വേണം. അപ്പം അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് തിളച്ച് വരുന്നതിനായിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് വെന്തോന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി പാകമായി വരുന്നുണ്ട്. എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നമുക്കിത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും സ്വാദൊന്ന് കറിയിലൊന്ന് പിടിച്ച് വരുന്നതിന് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻ പീര വറ്റിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല പാകമായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.